ഇവിടെ നടപ്പാക്കാൻ പോകുന്ന RSS സംഘപരിവാർ ഭരണകൂടം നടപ്പാക്കാൻ പോകുന്ന NEP എന്ന് പറയുന്നത് ഒരു വിചാരധാരയാണ്. അതായത് ഗോൾവാർക്കറിന്റെ വിചാരധാരയുടെ ഒരു വിദ്യാഭ്യാസ പതിപ്പാണ് NEP എന്ന് പറയാം. ഇത് ഓരോ സംസ്ഥാനങ്ങളെയും മോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. യൂണിവേഴ്സിറ്റികൾക്കും വിദ്യാഭ്യാസ മേഖലയിലും ഏറ്റവും താഴെത്തട്ടുള്ള വിദ്യാഭ്യാസ മേഖല മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ ഇത് ബാധിക്കാൻ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു എക്സ്പേർട്ട് ബോഡി വേണമെന്നിരിക്കെ ഒരു എക്സ്പേർട്ട് ബോഡി പോലുമല്ല, ഗവൺമെന്റ് നിശ്ചയിക്കുന്ന RSSകാർ 12 പേര് അതിലുണ്ടാവും. അവര് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാഭ്യാസ നയങ്ങളെയും തീരുമാനിക്കും. UGC പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ പിരിച്ചുവിടും. ഇതാണ് ഈ വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ എന്ന് പറയുന്നത്. സംസ്കൃതത്തെ വെല്ലുവിളിക്കാൻ തന്നെയാണ് തമിഴ്നാട് തീരുമാനിക്കുമ്പോൾ ഈ സാക്ഷര കേരളം എന്ന് പറയുന്ന നവോത്ഥാന കേരളം എന്ന് പറയുന്ന സാധനത്തിന് കേരളത്തിന് യാതൊരു മെക്കാനിസവും ഇല്ല എന്നതാണ്. അധ്വാനത്തെ ധാർമ്മികമായി കാണുക. ധാർമ്മികം എന്ന് പറഞ്ഞാൽ പശുവാണല്ലോ അവരുടെ ധർമ്മം. അപ്പൊ അധ്വാനത്തെ ഇങ്ങനെ ധാർമ്മികമായി കാണണം. 7ാം ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സമ്പന്നരായ സമൂഹത്തിൽ ആരെയാണ് ഇത് ബാധിക്കുക എന്നറിയാം. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളെയും ഏറ്റവും പിന്നോക്കക്കാരായ ദളിതരെയാണ് ഇത് ബാധിക്കുക. കാരണം 7ാം ക്ലാസ് മുതൽ അവന് ആശാരിപ്പണിയും അവന് കൊല്ലന്റെ പണിയും മൺപണിയും എടുക്കുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും പഴയ ജാതി വ്യവസ്ഥയിലെ ജോലിയിലേക്ക് പരിമിതപ്പെടുത്തും. അവൻ തെങ്ങേറ്റക്കാരനും മറ്റേ ചെത്തുതൊഴിലാളിയെയും അല്ലെ മരപ്പണിക്കാരനെയും മൺപണിക്കാരനെയും ഒക്കെ ആ പണിയിലേക്ക് തന്നെ വീണ്ടും നേരത്തെ താങ്കൾ ചോദിച്ച ആ ചോദ്യം, അതായത് എത്രമാത്രം പിന്നോക്കം നടക്കുന്നു എന്നുണ്ടെങ്കിൽ മനുസ്മൃതി കാലത്തേക്ക് ഈ വിദ്യാർത്ഥികളെ മുഴുവൻ പിന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇതിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം ദേശീയ തലത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും അതിനെതിരായ സമരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് നമ്മളോടൊന്ന് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് PA പ്രേംബാബുവാണ്. പ്രമുഖ എഴുത്തുകാരനും ചിന്തകനും ആക്ടിവിസ്റ്റുമൊക്കെയായ പ്രേംബാബുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം ആ വിഷയം സംബന്ധിച്ച്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയമാണ് PM-ശ്രീയുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും തുടർന്ന് മാറി വന്ന സർക്കാരിനും ആയിട്ട് ബന്ധപ്പെട്ടും ഈ PM-ശ്രീയെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെടുന്നു, അതും അത്തരം കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യാം. ആ കാര്യത്തിൽ താങ്കൾ അതിനെതിരായ സമരരംഗത്തുള്ള ആളാണ്. സമരരംഗത്ത് നിന്ന് പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ താങ്കളോട് സംസാരിക്കുകയാണ്. ഇത് എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും PM-ശ്രീയും ഒക്കെ ബാധിക്കാൻ പോകുന്നത്? NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത് 34 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല ഉണ്ടാവുന്ന ഒരു അഴിച്ചുപണിയാണ്. സ്വാഭാവികമായിട്ടും 34 വർഷത്തിന് ശേഷം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതിൻ്റെ നയങ്ങളൊക്കെ മാറ്റേണ്ടത് അനിവാര്യമാണ്, തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ നടപ്പാക്കാൻ പോകുന്ന RSS സംഘപരിവാർ ഭരണകൂടം നടപ്പാക്കാൻ പോകുന്ന NEP എന്ന് പറയുന്നത് ഒരു വിചാരധാരയാണ്. അതായത് ഗോൾവാർക്കറിന്റെ വിചാരധാരയുടെ ഒരു വിദ്യാഭ്യാസ പതിപ്പാണ് NEP എന്ന് പറയാം. ഇത് ഓരോ സംസ്ഥാനങ്ങളെയും മോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. യൂണിവേഴ്സിറ്റികൾക്കും വിദ്യാഭ്യാസ മേഖലയിലും ഏറ്റവും താഴെത്തട്ടുള്ള വിദ്യാഭ്യാസ മേഖല മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ ഇത് ബാധിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം IKS ഇന്ത്യൻ നോളജ് സിസ്റ്റം, അതായത് ഇന്ത്യൻ ധാർമ്മികതയും ബ്രാഹ്മണ്യ ധാർമ്മികതയും നിർബന്ധമായും യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും പഠിപ്പിക്കണം എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, നിലവിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കി ഇതിൻ്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിലേക്ക് കൊണ്ടുവരിക. അതായത് കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ നിന്നും മാറ്റി UGCക്ക് പോലും യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാത്ത വിധം പൂർണ്ണമായ നിയന്ത്രണവും കേന്ദ്ര ഗവൺമെൻറ് കീഴിലേക്ക് കൊണ്ടുവരികയും അതിലൂടെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ അതാത് സംസ്ഥാനങ്ങളുടെ അറിവുൽപാദന രീതിയും അല്ലെങ്കിൽ പെഡഗോഗി എന്ന് പറയുന്ന ബോധവൽക്കരണ പദ്ധതികളും അതുപോലെ തന്നെ പഠന വസ്തുക്കളും ബോധന വസ്തുക്കളും എല്ലാം തന്നെ മാറ്റിമറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറിയ സംഘം, ഒരു അപ്പെക്സ് ബോഡി, അവർ തീരുമാനിക്കുന്നതനുസരിച്ച് എല്ലാം നടപ്പാക്കുക എന്നുള്ളതാണ്. ഇത് ഏകദേശം ഇപ്പോൾ IIT-യിലൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ IIT ഒക്കെ പഠിക്കാൻ അവർ പറയുന്നത്, IIT-യിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ മരുത്വാമലയും ഹനുമാന്റെ വാല് എങ്ങനെ കത്തിപ്പടരുന്നു,
ഇത്തരം കാര്യങ്ങൾ IIT-യിൽ പോലും പഠിപ്പിക്കാൻ പോവാണ്. അതുപോലെ മനുസ്മൃതി, നാരദസ്മൃതി, ശ്രുതികൾ, ബ്രാഹ്മണ്യ അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണം. അത് പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അത്തരം യൂണിവേഴ്സിറ്റികളെ പണിഷ് ചെയ്യാനും അത്തരം യൂണിവേഴ്സിറ്റി ഫൈൻ അടപ്പിക്കാനും അവരുടെ അക്രഡിറ്റേഷൻ പോലും കളയാനുള്ള പൂർണ്ണ അവകാശം ഈ സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടം കൈയാളുന്നതാണ് ചുരുക്കത്തിൽ NEP എന്ന് പറയുന്നത്. ഇനി PM3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. അതായത് NEP-യുടെ നയങ്ങൾ നടപ്പാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ബില്ല് പാസ്സായാലാണ് അത് പൂർണ്ണമാവുക. പക്ഷെ അതിന് മുമ്പ് തന്നെ, ആ ബില്ല് പാസ്സാവുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് സമ്പത്തും സംസ്ഥാനങ്ങളുടെ കംപ്ലീറ്റ് സമ്പത്തും പൂർണ്ണമായ സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ആ സമ്പത്ത് റിലീസ് ചെയ്യണമെങ്കിൽ, വിദ്യാഭ്യാസ മേഖലയിലേക്ക് സമ്പത്ത് റിലീസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറയുന്ന സിലബസുകളും ഞങ്ങൾ പറയുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന വേദാന്തങ്ങളും മറ്റ് സംഗതികളും ബ്രാഹ്മണിക്കൽ സംഗതികളും മറ്റേ ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറിയും ഒക്കെ പഠിപ്പിക്കുന്ന ആ സാഹചര്യത്തിൽ മാത്രമേ ഈ പണം റിലീസ് ചെയ്യൂ. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് NEP-യുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു എക്സ്റ്റൻഷനാണ് ഈ PM3. ഈ സംഭവങ്ങൾ, ഇത്തരം പാഠ്യപദ്ധതികൾ സമ്പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ട സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ടോ? പാഠ്യപദ്ധതികൾ നടക്കും ഇന്ത്യയിലെ എല്ലാ ഇപ്പോൾ ഈ NEP, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NEP ഒരു നിയമമായി ഇപ്പോൾ വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ എന്ന് പറയുന്ന ഒരു നിയമം ബില്ല് പാസ്സാക്കി അവിടെ ചുട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് മറ്റേ അത് ചർച്ചകളുടെ മേഖലയാണ്. ഈ ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ അത് പറയുമ്പോഴാണ് അത് പൂർണ്ണമാവുക. വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ എന്ന് പറയുന്നത് ഒരേ പൗരൻ, ഒരേ വിദ്യാർത്ഥി, ഒരേ ജനപ്രതിനിധി, ഒരേ തൊഴിലാളി എന്ന നിലയിൽ ഇന്ത്യയിലെ എല്ലാവരെയും ഒരുപോലെ ഒരു പാറ്റേണിലാക്കി കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ. അതായത് നിലവിൽ നമുക്ക് UGC ഉണ്ട്. UGC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതിൻ്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഉണ്ട്, NCTE എന്ന് പറയുന്ന, AICTE എന്ന് പറയുന്നതും. ഇവരൊക്കെയാണ് സിലബസിലെ നിർണ്ണയിക്കുന്നതും സിലബസിലെ സ്റ്റെൻസിൽസ് ഉണ്ടാക്കുന്നതും, എന്ത് പഠിക്കണം അതാത് കാലത്ത് അവരുടെ കഴിവിനും ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ച് പഠനങ്ങൾ ഉണ്ടാക്കുന്നതും. പക്ഷേ ഇനിയുള്ളത് മുഴുവൻ ഇവർക്കാർക്കും കഴിയില്ല. കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് ഇത് ഭരിക്കാൻ പോകുന്നത്. അതാണെങ്കിലോ കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഈ കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി ഒരു ചെയർമാനെ തിരഞ്ഞെടുക്കും. അതിൽ 12 പ്രതിനിധികൾ ഉണ്ടാവും. ഈ 12 പ്രതിനിധികളാണ് ഇതിലേക്ക് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇതിൽ 2 സബ്ജക്ട് എക്സ്പേർട്സ് വേണമെന്നാണ് നീ പറഞ്ഞിട്ടുള്ളത്. ഈ 2 സബ്ജക്ട് എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ എന്തിൽ വേണമെങ്കിൽ എക്സ്പേർട്ട് ആവാം. വേദാന്തത്തിൽ എക്സ്പേർട്ട് ആയാൽ മതി, ജ്യോതിഷത്തിൽ എക്സ്പേർട്ട് ആയാൽ മതി, മനുസ്മൃതിയിലോ നാരദസ്മൃതിയിലോ എക്സ്പേർട്ട് ആയാൽ മതി. എന്ത് തരം എക്സ്പേർട്ട് എന്ന് പറയുന്നില്ല. അപ്പോൾ എക്സ്പേർട്ട് ബോഡി പോലുമല്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു എക്സ്പേർട്ട് ബോഡി വേണമെന്നിരിക്കെ ഒരു എക്സ്പേർട്ട് ബോഡി പോലുമല്ല. ഗവൺമെൻറ് നിശ്ചയിക്കുന്ന RSSകാർ 12 പേര് അതിലുണ്ടാവും. അവർ ഇന്ത്യയിലെ മുഴുവൻ വിദ്യാഭ്യാസ നയങ്ങളെയും തീരുമാനിക്കും. UGC പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ പിരിച്ചുവിടും. ഇതാണ് ഈ വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ച് ലോകം മുഴുവൻ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇന്ത്യ പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ട് സഞ്ചരിക്കും. നൂറ്റാണ്ടുകൾക്ക്. ഇതിൽ ഭാഷയെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ബാധിക്കുന്നു? ഇപ്പം ഞാൻ പറയാൻ കാരണം ഇത് സംബന്ധിച്ച് താങ്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു മാർച്ചും അത് ബന്ധിച്ച് സമ്മേളനം നടത്തുകയുണ്ടായി. ഇതിൽ താങ്കൾ പറഞ്ഞതായിട്ട് ഇതിൽ ഭാഷയെ ബന്ധപ്പെടുത്തി താങ്കൾ പറയുകയുണ്ടായി ആ സമ്മേളനത്തിൽ. അതെന്താണ് ഭാഷയെ ഇത് എങ്ങനെ ബാധിക്കുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, ഈ ഭാഷ എന്താ കാരണം എന്നുണ്ടെങ്കിൽ ഇവർക്കറിയാം ലോകത്തിൽ ലിബറൽ ജനാധിപത്യം മുഴുവൻ മുന്നോട്ട് കുതിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ഭാഷയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ബ്രിട്ടനിൽ ആരും സംസാരിക്കാതിരുന്ന പ്രാകൃതമായ ഈ എന്താ പറയുക അടുക്കളക്കാരുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കിയിരുന്ന ഇംഗ്ലീഷ് ഭാഷ, ആരും സംസാരിക്കാത്ത ഇംഗ്ലീഷ് ഭാഷ ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനമായ ഭാഷ വരുന്നതിൻ്റെ ഭാഗം ആ ഭാഷയുടെ ഒപ്പം കുതിച്ചു വന്നത് മുതലാളിത്തമാണ്, ജനാധിപത്യം, പലതരത്തിലുള്ള മുന്നേറ്റങ്ങളാണ്. അതുകൊണ്ട് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ഭാഷകളെ മുഴുവൻ തകർക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് ഇവരൊരു ഒരു ഭാഷാ പരിവാർ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭാഷാ പരിവാർ.
അതിനെ പറയുന്നത് നിരവധി ഭാഷകൾ സംസാരിക്കും. ഭാഷാ പരിവാർ എന്ന് പറയുന്നത് സർക്കാർ സംവിധാനമാണ്. അവരൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അത് ഭാഷാ പരിവാർ എന്ന് പറയുന്ന ഈ സംവിധാനം ഒരു പുസ്തക ഭാഷാ സമിതി, ഓൾ ഇന്ത്യ ഭാഷാ സമിതി രൂപീകരിച്ചിട്ട് ആ ഭാഷാ സമിതിയാണ് ഭാഷാ പരിവാർ രൂപീകരിച്ചിട്ടുള്ളത്. അവർ 2 വാള്യമുള്ള നാഷണൽ ബുക്ക് ട്രസ്റ്റ് പുറത്തേക്ക് പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിലുള്ളത് 4 ഭാഷാ കുടുംബങ്ങളാണ്. നമ്മൾ പറയാ 2 ഭാഷാ കുടുംബങ്ങളാണ്. ഇൻഡോ യൂറോപ്യൻ, വളരെ ഗൗരവമായൊരു വിഷയമാണത്. ഇൻഡോ യൂറോപ്യൻ ദ്രാവിഡൻ ഭാഷ നമ്മൾ പറയും. നമുക്ക് ഇന്ത്യയിലെ ഭാഷാ കുടുംബം എന്ന് പറയും. പക്ഷെ അതങ്ങനെയല്ല. ഇൻഡോ യൂറോപ്യൻ, ദ്രാവിഡൻ, പിന്നെ ഓസ്ട്രോ ഏഷ്യാറ്റിക്, പിന്നെ സിനോ ടിബറ്റൻ, ഇങ്ങനെ പിന്നെ ഉള്ളത് നമ്മുടെ ആൻഡമാനിലെ ആൻഡമാനീസ്. ഇങ്ങനെ 4 ഭാഷാ കുടുംബവും ആൻഡമാനീസ് ഉൾപ്പെടെ 5 ഭാഷാ കുടുംബങ്ങളുണ്ട് എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ, അവസാനം ഈ റൊമീല താപ്പറിനെ പോലുള്ള വിശ്വപ്രസിദ്ധമായ ചരിത്രകാരി വരെ അത് അക്നോളജ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊന്നുമല്ല, ഇതെല്ലാം തെറ്റാണെന്നും ഇതെല്ലാം പാശ്ചാത്യവൽക്കരണമാണെന്നും ഇത് വ്യാജമാണെന്നും സംസ്കൃതം മാത്രമാണ് ഇന്ത്യയുടെ ഭാഷയുടെ റൂട്ട്, ഇന്ത്യയിലെ എല്ലാ ഭാഷകളുടെയും വേര് സംസ്കൃതമാണ് എന്നാണ് ഇവർ ഈ പുസ്തകത്തിൽ വാദിക്കുന്നത്. എന്ന് മാത്രമല്ല അതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് തെലുങ്ക്, തമിഴ്, കന്നഡ, തെലുങ്ക്, തുളു, പിന്നെ പാകിസ്ഥാനിൽ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ഇതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള സംസ്കൃത റൂട്ടും ഇല്ല എന്നുള്ളത് ഭാഷാശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ച് ജൈനിയോ പോലെയുള്ള വലിയ യൂണിവേഴ്സിറ്റികളിലെ ഭാഷാശാസ്ത്രജ്ഞർ കണ്ടെത്തപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ ഭരണകൂടത്തിനൊരു കാര്യമില്ല, ഇടപെടേണ്ട വിഷയമേ അല്ല അത്. ഭരണകൂടം ഇടപെടേണ്ട, ഭാഷയുടെ ഹിസ്റ്ററി പഠിക്കുന്നതിന് ഭരണകൂടം ഇടപെടണം. പക്ഷെ അതുപോലും അട്ടിമറിച്ച് ഇന്ത്യക്ക് അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല, ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഭാഷാ കുടുംബ ചരിത്രമേ ഇല്ല, അത് മുഴുവൻ സംസ്കൃതമാണ്. അതിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാൻസ്ക്രിറ്റ് ഹാസ് ട്രഡീഷണലി ഹെൽഡ് ദ സ്റ്റാറ്റസ് ഓഫ് മദർ ടങ് ഓർ മദർ ലാംഗ്വേജ് ഓഫ് ഇന്ത്യൻസ്. ബാക്കിയെല്ലാം വ്യാജമാണെന്ന്. എന്ന് മാത്രമല്ല, ഗുണ്ടർട്ടിനെ പോലെയുള്ളവരെ ഒക്കെ വളരെ മോശമായിട്ടാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. മറ്റേ യൂറോപ്യൻ മെക്കാനിസമാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. അതും മാത്രമല്ല, അതിൽ വേറൊരു കാര്യം എഴുതിയിട്ടുള്ളത്, വർണ്ണ വേർ നോട്ട് ഫൗണ്ടഡ് ഓൺ ബർത്ത് ബട്ട് ഓൺ ഒക്കുപ്പേഷണൽ ക്വാളിറ്റീസ്. ഇറ്റ് അഡിയർ ടു ധർമ്മ റേദർ ദാൻ എനി റേഷ്യൽ ക്വാളിറ്റീസ് എന്നാണ്. അതായത് വർണ്ണം, ജാതി എന്ന് പറയുന്നത് ജന്മനാൽ ഉണ്ടായതൊന്നുമല്ല, ജനിക്കുമ്പോൾ ഉണ്ടാവുന്നതുമല്ല, അതൊരു തൊഴിലിൻ്റെ പേര് മാത്രമാണ്. എത്ര ലളിതവൽക്കരിക്കാനാണെന്നോ, അത് വെറുതെ ഒരു തൊഴിൽ. ഇപ്പോൾ ജില്ലാ കളക്ടർ, ക്ലർക്ക്, സ്വീപ്പർ എന്നൊക്കെ പറയുന്ന ഒരു തൊഴിൽ പേര് മാത്രമാണ്. അത്രയ്ക്കും ധാർമ്മിക മൂല്യമുള്ള ഒരു സിസ്റ്റമാണ്, അല്ലാണ്ട് അതിന് വംശീയതയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. ഇനി മറ്റൊരു സംഗതി അതിന് കൂട്ടിച്ചേർക്കുന്നവർ, യൂണിഫോം സയൻറ്റിഫിക് ടെക്നിക്കൽ ടെർമിനോളജി ഇൻ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ഹെഡിങ് ഉണ്ട്. യൂണിഫോം സയൻറ്റിഫിക് ടെക്നിക്കൽ ടെർമിനോളജി, അതായത് ഇന്ത്യയിലെ മുഴുവൻ സയൻസും ടെക്നോളജികളും കണക്ക് പഠിക്കുന്നതും എല്ലാം തന്നെ ഇനി സംസ്കൃതത്തിലായിരിക്കണം. അതിൻ്റെ ടെർമിനോളജി, വാക്കുകൾ സംസ്കൃതത്തിലായിരിക്കണം എന്ന് നിർബന്ധമാണ്. അതായത് നമ്മൾ ശാസ്ത്ര സാങ്കേതിക പദാവലികളെല്ലാം തന്നെ ഇത് നേരിടാൻ കേരളത്തിനെ പോലെ, ഇപ്പം നേരത്തെ ചോദിച്ച കാരണം കേരളത്തിനെ ഇതെങ്ങനെ ബാധിക്കുന്നു, ഇത് നേരിടാൻ ഇപ്പം നമ്മൾ കുട്ടികൾ കൂട്ടുക, കിഴിക്കുക, ഗണിക്കുക എന്നൊക്കെ പറഞ്ഞ് പഠിച്ച കുട്ടികൾ അവരുടെ സംസ്കാരത്തെ കൂടി മുന്നോട്ടെടുക്കുകയാണ്, വെറും കണക്ക് മാത്രം പഠിക്കലല്ല. പക്ഷേ ഇതിനെ നേരിടാൻ കേരളത്തിൽ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളുമില്ല. ആ സമയത്താണ് തമിഴ്നാട് ഇത് വളരെ പ്രതിരോധ സാധനം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവർക്ക് നിയോളജിസം, അതായത് സൃഷ്ടി എന്ന് പറയുന്ന നിയോളജി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ്, വകുപ്പ് തന്നെയുണ്ട്. ആ വകുപ്പിൽ അവർ ഇതിനെ നേരിടാൻ വേണ്ടി പുതിയ ആധുനിക സാങ്കേതിക വിദ്യയെ, സയൻറ്റിഫിക് ടെർമിനോളജികളെ നേരിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. അവർ കമ്പ്യൂട്ടറിന് കനനി എന്നാണ് പറയുന്നത്, പോലീസിന് കാവൽ, പോലീസ് സ്റ്റേഷനിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കാവൽ നിലയം എന്നാണ്. അതുപോലെ ഈ ലാപ്ടോപ്പിന് മടിക്കനനി, അതുപോലെ ടെലിഫോണിന് തൊലൈപ്പേച്ചി, മോണിറ്ററിന് തിരൈ, മൗസിന് സുട്ടി, കീബോർഡിന് വിസൈപ്പലകൈ, അതുപോലെ നമ്മൾ വെബ്സൈറ്റിന് ഇണൈത്താലം, സോഫ്റ്റ്വെയറിന് മെമ്പൊരുൾ, ആപ്പിന് ഫെയിലി, ഡൗൺലോഡിന് പതിവിറക്കം, അപ്ലോഡിന് പതിവേറ്റം, പാസ്വേഡിന് കടവുചൊൽ. ഇങ്ങനെ ഓരോന്നും ഓരോ വാക്കുകളും സംസ്കൃതത്തെ വെല്ലുവിളിക്കുന്നതാണ്, നമ്മളെ കോരിത്തിരിപ്പിക്കുന്നതാണ്. അവരുണ്ടാവുന്ന നിയോളജിസം അവർ ഡെവലപ്പ് ചെയ്യുന്നത് സംസ്കൃതത്തെ വെല്ലുവിളിക്കാൻ തന്നെയാണ് തമിഴ്നാട് തീരുമാനിക്കുമ്പോൾ ഈ സാക്ഷര കേരളം എന്ന് പറയുന്ന, നവോത്ഥാന കേരളം എന്ന് പറയുന്ന സാധനത്തിന് കേരളത്തിന് യാതൊരു മെക്കാനിസവും ഇല്ല എന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുമ്പോൾ സിലബസിനെ ബാധിക്കുന്നു, ഭാഷയെ ബാധിക്കുന്നു, അങ്ങനെ പല മേഖലകളിലും അതിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഇനി ഇത് നമ്മുടെ സംവരണ സംവിധാനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പറയാം. സംവരണ സംവിധാനങ്ങളെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സംവരണം ബാധിക്കുന്നത് എങ്ങനെയാണെന്ന്.
നിലവിലുള്ള സംവരണം ബാധകമല്ലാത്ത രീതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാനിൻ്റെ 12 പേരെയും തിരഞ്ഞെടുക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന, രൂപം കൊടുക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി, ആ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്ന 12 പേരാണ്. ഈ 12 പേരിൽ SC ST ഇല്ല, OBC ഇല്ല, ന്യൂനപക്ഷമില്ല, സ്ത്രീ ഇല്ല, ട്രാൻസ്ജെൻഡർ ഇല്ല, ഒന്നും പരാമർശിക്കുന്നില്ല. അതൊന്നും ആവണമെന്നില്ല. അതായത് ഇന്ത്യയിലെ മുഴുവൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെയും ഒരു അപ്പക്സ് ബോഡിയിൽ യാതൊരു തരത്തിലുള്ള സംവരണവുമില്ല. അവിടെ ബ്രാഹ്മണിക്കൽ RSS മാത്രമായിരിക്കും എന്നുള്ള ഗൗരവമായ കാര്യം കൂടി ഇതിൻ്റെ കൂടെ അവർ ഒളിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, സ്വാഭാവികമായി സംവരണത്തെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ തൊഴിൽ മേഖലയും ബാധിക്കുമല്ലോ. തൊഴിൽ മേഖലയും ബാധിക്കും തീർച്ചയായിട്ടും. അപ്പം അതിനെ മറികടക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഭരണകൂടത്തെ ഈ ഭരണകൂടത്തെ നമ്മൾ പരാജയപ്പെടുത്തി അധികാരത്തിലേറുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയവുമായി ഗവൺമെൻറ്റിന് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാവുക. ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ നടപ്പാക്കില്ല. ഇപ്പോൾ തൊഴിലിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. തൊഴിലിനെ ഒരു വിശുദ്ധ വസ്തുവായിട്ടാണ് ഇത് കാണാൻ പോകുന്നതെന്ന് പറയുന്നത്. ഭയങ്കരമായ ധർമ്മം. ഇപ്പോൾ 86 തോന്നുന്നു നരേന്ദ്രമോദി ഒരു കർമ്മയോഗ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ കർമ്മയോഗിൽ പറയുന്നത് വിചിത്രമായ കാര്യമാണ്. അയാൾ പറയുന്നത് ഈ നമ്മുടെ സ്കാവഞ്ചേഴ്സ്, അതായത് ഈ മാലിന്യം കോരുന്ന മനുഷ്യർ, ഈ മാലിന്യം കോരുന്ന മനുഷ്യർക്ക് ഒരു ആത്മീയ സുഖം കിട്ടുന്നുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. ഒരു മാലിന്യം കോരുന്ന മനുഷ്യന് ആത്മീയ സുഖം കിട്ടുന്നുണ്ട്. ഈ ആത്മീയ സുഖം കിട്ടിക്കലാണ് ഈ പുതിയ വിദ്യാഭ്യാസം തൊഴിലുമായി ബന്ധപ്പെട്ട്. അതായത് 6ാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നിർബന്ധമാക്കിയിരിക്കുന്നു. അതായത് അധ്വാനത്തെ ഒരു കടമയായി, ഈ അധ്വാനത്തെ കടമയാക്കുന്നത് ആരാന്നറിയോ? മനുസ്മൃതിയാണ്. അതായത് നിർബന്ധിത അധ്വാനം. നീ തെങ്ങ് കയറ്റ തൊഴിലാളിയാണെങ്കിൽ നീ തെങ്ങ് തന്നെ കയറണം. നീ ആശാരിപ്പണിയാണ്, ആശാരിപ്പണി തന്നെ ചെയ്യണം. മൺപാത്രക്കാരനാണെങ്കിൽ മൺപാത്രക്കാരൻ ചെയ്യണം. അത് നിന്റെ ധർമ്മമാണ്. അവനൊരു ചോയ്സും ഇല്ല. അവന് തെങ്ങേറ്റക്കാരന് കഥ എഴുതാൻ അവകാശമില്ല, അവന് മെഴുകുതിരി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വേറൊരു നിർമ്മാണ പ്രവർത്തനം അവകാശമില്ല. അവൻ അതന്നെ ചെയ്യണം. ഇതാണ് പറയുന്നത് അധ്വാനത്തെ ധാർമ്മികമായി കാണുക. ധാർമ്മികം എന്ന് പറഞ്ഞാൽ പശുവാണല്ലോ അവരുടെ ധർമ്മം. അപ്പോൾ അധ്വാനത്തെ ഇങ്ങനെ ധാർമ്മികമായി കാണണം. 7ാം ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സമ്പന്നരായ സമൂഹത്തിൽ ആരെയാണ് ഇത് ബാധിക്കുക എന്നറിയാം? ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളെയും ഏറ്റവും പിന്നോക്കക്കാരായ ദളിതരെയാണ് ഇത് ബാധിക്കുക. കാരണം 7ാം ക്ലാസ് മുതൽ അവന് ആശാരിപ്പണിയും അവന് കൊല്ലൻ്റെ പണിയും മൺപണിയും എടുക്കുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും പഴയ ജാതി വ്യവസ്ഥയിലെ ജോലിയിലേക്ക് പരിമിതപ്പെടുത്തും. അവൻ തെങ്ങേറ്റക്കാരനും ചെത്തുതൊഴിലാളിയെയും അല്ലെ മരപ്പണിക്കാരനെയും മൺപണിക്കാരനെയും ഒക്കെ ആ പണിയിലേക്ക് തന്നെ വീണ്ടും നേരത്തെ താങ്കൾ ചോദിച്ച ആ ചോദ്യം, അതായത് എത്രമാത്രം പിന്നോക്കം നടക്കുന്നു എന്നുണ്ടെങ്കിൽ മനുസ്മൃതി കാലത്തേക്ക് ഈ വിദ്യാർത്ഥികളെ മുഴുവൻ പിന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇതിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൽ പുരാണ ഹിന്ദു ഗ്രന്ഥങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. മനുസ്മൃതി, യജ്ഞവൽകൃത, നാരദസ്മൃതി, ശുക്രനീതി എന്നൊക്കെ പറയുന്ന നമുക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിത സന്ധാരണവുമായി യാതൊരു ബന്ധവുമില്ല. വെറും മിത്തുകൾ. മിത്തുകളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അതിൽ എഴുതിയിട്ടുള്ള മറ്റൊരു കാര്യം. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന സിലബസിൽ പറയുന്നത് 1903 റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. മിത്തിന്റെ പട്ടികയിൽ വരുന്നതാണ്. 1903 റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച് പറയുന്നു മിത്ത്. അതേസമയം വേദകാലത്ത് ഭരദ്വാജ് വൈമാനിക ശാസ്ത്രം, വേറൊരു ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. അത് ശാസ്ത്രം. ഇത്രയും വലിയ വൈരുദ്ധ്യം പഠിപ്പിക്കാൻ പോകുന്നത് IIT ആണെന്ന് ആലോചിക്കണം. IIM, IIT, IIS അതുപോലെ ഉള്ള ലോകോത്തരം എന്ന് പറയാവുന്ന ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇത് നിർബന്ധമായി പഠിപ്പിച്ചിരിക്കണം. എന്ന് മാത്രമല്ല ഇത് പഠിപ്പിക്കുന്നതിനൊക്കെ ക്രെഡിറ്റ് ഉണ്ടല്ലോ, ഇവർക്ക് മാർക്കിനനുസരിച്ച് ക്രെഡിറ്റ് ഉണ്ട്. ഇതിൽ ഈ IKS എന്ന് പറയുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. ഈ സാധനത്തിൽ 5% ക്രെഡിറ്റ് ഉണ്ടാവണം. അതായത് എനിക്കിത് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള അവകാശം പോലുമില്ല. ഇതുവരെ എന്തും പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള അവകാശം കുട്ടിക്കുണ്ടായിരുന്നു. കാരണം നിങ്ങൾ അതിനനുസരിച്ചുള്ള കോഴ്സ് എടുക്കണ്ടു. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ കോഴ്സ് ഓക്കെ എനിക്ക് വേണമെങ്കിൽ എനിക്കിപ്പോൾ അറബിക്ക് വേണമെങ്കിൽ അറബിക്ക് എടുക്കാം. അറബിക്ക് എടുക്കാതെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻസ് ഉണ്ട്. ഹിന്ദി എടുക്കാം, അറബിക്ക് എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. ഇതുപോലെ ഒരു ഓപ്ഷനും ഈ കാര്യത്തിലില്ല. ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഈ വേദാന്തം, മനുസ്മൃതിയൊക്കെ പഠിക്കുന്നതിലില്ല. 5% ക്രെഡിറ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതായത് ഹിന്ദു അല്ലാത്തവരും ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രത്തോട് എതിർപ്പുള്ളവർക്കോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്കോ പഠിക്കാൻ പറ്റുന്നുണ്ട്. മുസ്ലിം പോലും ബാക്കിയുള്ളവരും ക്രിസ്ത്യാനികളും എല്ലാം ഇത് പഠിക്കണം, അല്ലെങ്കിൽ കീഴാളരും
ഇവരെ അടിച്ചമർത്താൻ ഉപയോഗിച്ച മാർഗരേഖകൾ, അടിച്ചമർത്താൻ ഉപയോഗിച്ച പ്രതിലോമ ശാസ്ത്രങ്ങൾ അടിച്ചമർത്തപ്പെട്ടവനെ തന്നെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. അപ്പൊ ഇതിലിപ്പോ ഈ വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനൊക്കെ പോകും? അതൊരു വിഷയമല്ല. അത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ വികസിത ഭാരതത്തിലെ അവസ്ഥ എന്താണെന്നറിയില്ലേ? ഇവിടെ ഒരു കുട്ടി ഒരു വിദേശത്ത് നിന്ന്, അതും ഈ നമ്മൾ യൂറോപ്പിൽ നിന്നൊന്നും ആയിരിക്കില്ല, വിദേശത്ത് നിന്ന് ഒരു കുട്ടി ഇവിടെ പഠിക്കുമ്പോൾ 28 കുട്ടിയാണ് പുറത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? സമ്പന്നരായിട്ടുള്ള ആൾക്കാർ, പണമുള്ളവർ ഈ വിദ്യാഭ്യാസ നയത്തെ ഒഴിവാക്കിയിട്ട് വിദേശത്ത് പോയി പഠിക്കും. എന്നാലും ആ വിദേശത്ത് അപ്പോൾ അവൻ അവിടുത്തെ വിദേശത്തെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ പോലത്തെ സ്ഥലത്ത് പോയി പഠിച്ചിട്ട് അവൻ്റെ പണം ചെലവാക്കും, നഷ്ടപ്പെടുത്തും. അങ്ങനെ ഏകദേശം 68 കോടി രൂപയോളം ഇവിടുന്ന്, 68 അതിൻ്റെ കണക്ക് ഞാൻ ഓർക്കുന്നില്ല, 6.2 ലക്ഷം കോടി, 6.2 ലക്ഷം കോടി രൂപയാണ് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നത് ഇതിൻ്റെ പേരിൽ. അതായത് 93,000 സ്കൂളുകൾ അടച്ചു. നമ്മുടെ വികസിത് ഭാരതത്തിൻ്റെ കാര്യമാണ്. 93,000 സ്കൂളുകൾ അടച്ചു എന്ന് മാത്രമല്ല, ഈ വികസിത് ഭാരത് പദ്ധതി ഈ കാലഘട്ടത്തിൽ, ഈ കഴിഞ്ഞ മോദി ഭരണത്തിൻ്റെ ഇത്രയും കാലത്തിനുള്ളിൽ 50% കുട്ടികൾക്കും 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 2ാം ക്ലാസ്സിലെ പാഠപുസ്തകം വായിക്കാൻ അറിയില്ല. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 2ാം ക്ലാസ്സിലെ, ഇത് ആധികാരികമായ റിപ്പോർട്ടാണ് പറയുന്നത്. 50%. ഇത് ആരാ പറയുന്നത്? നീതി ആയോഗ്. അവരുടെ ആളുകൾ തന്നെയാണ് പാർലമെന്റിൽ ചോദിക്കുമ്പോൾ പറയേണ്ടി വരുന്നത്. നമ്മൾ പറയാൻ മറച്ചു വയ്ക്കാൻ കഴിയില്ല, അപ്പുറത്ത് വേറെ പഠനങ്ങൾ നടക്കും. അതുകൊണ്ട് അവർ തന്നെയാണ് പറയുന്നത് ഇത്. എന്ന് മാത്രമല്ല, ഈ വികസിത് ഭാരതത്തിൻ്റെ മറ്റൊന്ന് കൂടി എന്ന് പറയുന്നത് ഏകദേശം 10 ഇരട്ടി കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടി വിദേശത്ത് നിന്ന് ഇവിടെ പഠിക്കുമ്പോൾ 28 കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. ഇതുപോലെ മനുസ്മൃതി പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് പുറത്തേക്ക് പോകും. വേറെ, അതായത് അവർ അന്യരാജ്യക്കാരായി തീരുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. അപ്പം നേരത്തെ ഭാഷയെക്കുറിച്ച് ചോദിച്ചൊരു കാര്യത്തിന്, മലയാള ഭാഷ മലയാളി പഠിക്കുന്നില്ല. മലയാളി ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് A+ നോക്കുന്നു. അതേസമയം ബംഗാളി ഇവിടെ വന്നിട്ട് മുഴുവൻ സബ്ജക്റ്റിലും മലയാളം പഠിച്ച് മുഴുവൻ സബ്ജക്റ്റിലും A+ മേടിക്കുന്നു. അപ്പോൾ ആരാ മലയാളി? ഭാഷാശാസ്ത്രത്തിൻ്റെ അർത്ഥത്തിൽ ബംഗാളിയാണ് മലയാളി. ഇവനല്ല, കാരണം ഇവന് മലയാളം അറിയില്ല. ഇവൻ എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് പുറത്ത് പോകും, അവന് മലയാളം പഠിക്കണ്ട. ഇനി മറ്റതും കൂടി വരുമ്പോൾ, NEP കൂടി വരുമ്പോൾ അവൻ പൂർണ്ണമായി ഇത് അകറ്റപ്പെടും. അപ്പോൾ ബംഗാളി ഇവിടെ വന്നിട്ട് എല്ലാ ഭാഷയും മലയാളത്തിൽ മീഡിയത്തിൽ പഠിച്ചിട്ട് A+ മേടിക്കും. അപ്പോൾ അവനാണ് മലയാളി എന്നാണ് ഭാഷാശാസ്ത്രത്തിന് പറയാൻ കഴിയും. ഈ ഒരു അവസ്ഥ ഇവിടെ ഉടലെടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഗുരുതരാവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. അതായത് സംസ്ഥാനങ്ങളെ അങ്ങ് ആകെ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് ധ്രുവീകരിച്ച് തകർക്കും. മാത്രമല്ല, ഈ കോളേജുകളിൽ ഇനി മധ്യവർഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സമ്പന്ന വിഭാഗവും ജാതിശ്രേഷ്ഠരായിട്ടുള്ള ആളുകളും സ്പർശ്യർ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള സമ്പന്ന വിഭാഗത്തിൻ്റെ, കാരണം എല്ലാം എൻട്രൻസ് കോച്ചിങ്ങുകളാണ്. ഈ എൻട്രൻസ് കോച്ചിങ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, കോച്ചിങ്ങിന് പോകുന്ന കോച്ചിങ് ലോബി ഇവിടെ ഉണ്ട്. 1000-കണക്കിനും 10,000-കണക്കിനും ലക്ഷങ്ങളാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാൻ കഴിവുള്ളവൻ മാത്രമാണ് ഇനി യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ സെൻട്രലൈസ്ഡ് കോച്ചിങ് ഒക്കെ വരുമ്പോഴത്തേക്കുള്ള കോച്ചിങ് തന്നെ അട്ടിമറിച്ചതിൻ്റെ കഥ നമുക്കറിയാം. ഇപ്പം നീറ്റ് പരീക്ഷയൊക്കെ തകർന്ന് തരിപ്പണമായി. അപ്പോൾ ഈ കോച്ചിങ് മേടിക്കാൻ സമ്പന്നരല്ലാത്ത ആളുകളൊന്നും തന്നെ ഇനി യൂണിവേഴ്സിറ്റിയിലോട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മറികടക്കാൻ കഴിയുന്നത്. ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ രാജ്യം ഒട്ടുക്കും നടക്കുന്ന, അല്ലെങ്കിൽ BJP ഭരണം നടക്കുന്ന സ്റ്റേറ്റുകൾ ഒഴികെ അല്ലാത്ത സ്റ്റേറ്റുകളിലും ഓൾറെഡി ഒരു ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് ഒരു ഡീപ് സ്റ്റേറ്റ് തിയറി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു RSS. അതായത് അവരല്ലെങ്കിൽ പോലും, അവരുടെ എതിരാളികളാണ് ഭരിക്കുന്നതിലും എങ്കിൽ പോലും അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ കേരളമൊക്കെ അതിന് ഉദാഹരണം തന്നെയാണ്. മറ്റു പല സ്റ്റേറ്റുകളിലും അങ്ങനെ ഉണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുണ്ട്, ഇടതുപക്ഷം ഭരിച്ച സ്റ്റേറ്റും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ അർത്ഥത്തിൽ ഇതിനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ PM ശ്രീ ഇത് മോഡിയുടെ ചിത്രം വെക്കുന്നതുമായിട്ടൊരു വിവാദം നടന്നല്ലോ. അതൊക്കെ വെച്ച് വായിക്കുമ്പോൾ ഇതെങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. കാരണം മോഡിയുടെ ചിത്രം വെക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ചർച്ചകൾ കാണുമ്പോൾ RSSകാരുടെ ഇടയിലോ സംഘപരിവാറിന്റെ ഇടയിലോ നടക്കുന്ന ചർച്ചയല്ല, RSS വിരുദ്ധരുടെ ഇടയിൽ നടക്കുന്ന ചർച്ചകൾ കാണുമ്പോഴത്തൊന്നും അത്ര ആശാവഹമല്ല കാര്യങ്ങളെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും PM ശ്രീയും ഒക്കെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിൽ പോലും അത് നടപ്പിലാവില്ല എന്ന് കരുതാൻ നമുക്ക് കഴിയുമോ? എത്രത്തോളം കഴിയും? ഇത് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ മോദിയുടെ പടം വെക്കുന്നു എന്നൊക്കെ പറയുന്ന അത്ര നിഷ്കളങ്കമൊന്നുമല്ല. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് പടം വയ്ക്കുന്നതൊന്നും അല്ല കാര്യം. വളരെ ഗുരുതരമായി മനുഷ്യൻ്റെ സംസ്കാരത്തെ തന്നെ, അവൻ്റെ പൈതൃകങ്ങളെയും അവൻ്റെ നിലനിൽപ്പിനെ തന്നെയും ബാധിക്കുന്ന വിദ്യാഭ്യാസം അവനിലേക്ക് കുത്തിച്ചെലുത്താൻ പോവാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ബില്ല് ഞാൻ നേരത്തെ പറഞ്ഞ ബില്ല് പാസ്സായിട്ടില്ലെങ്കിൽ തന്നെ ഇവിടെ മറ്റുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു കഴിഞ്ഞ് PM ശ്രീ വഴി. അപ്പം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൽ ട്രാപ്പ് ആവുന്നതെന്നുണ്ടെങ്കിൽ,
നമ്മൾക്ക് ഈ GST സ്ഥാപിച്ചതോടുകൂടി അതിൻ്റെ അവസാനം ആരംഭിച്ചു. കാരണം GST എന്ന് പറയുമ്പോൾ 2% കേന്ദ്ര ഗവൺമെന്റിന് പോകും, 1% വെച്ചിട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ പ്രാഥമികമായ കാര്യം. അത് അവരുടെ ചെന്നിട്ട് അവർ തരണേന്ന്, അവര് ചെന്നിട്ട് അവര് തരണമെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതാണ് ഒരു സാമ്പത്തികമായ ഒരു കെണിയാണ്, വലിയ കെണിയാണ്. അതായത് 2% അവർ കൊണ്ടുപോകുന്നു, 1% കൊണ്ട് ആരോഗ്യം, തൊഴില്, വിദ്യാഭ്യാസം, ഗതാഗതം, മറ്റേ ജീവനക്കാരുടെ ശമ്പളം, മറ്റ് ഭരണപരമായ ചെലവ് എല്ലാം നിർവഹിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കടമെടുത്തോന്ന് പറയും, കടമെടുത്തിട്ടോ ഒരു പരിധി കഴിഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ആയത് എടുക്കാനും പാടില്ല എന്ന് പറയും. അപ്പോൾ അതിനുള്ള പദ്ധതികളാണ് ഈ PM-ശ്രീ. ഞങ്ങൾ പറയുന്ന നോളജ് സിസ്റ്റം, ഈ മനുസ്മൃതി, ശങ്കരസ്മൃതി, അതുപോലെ ഈ നാരദസ്മൃതി, ഇതൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ പൈസ തരും, ഇല്ലെങ്കിൽ പൈസ തരില്ല. ഈ ഒരു ഗതികേടിൽ ഇതിന് ചെയ്യാവുന്നത് ഒന്ന്, അതാത് ഗവൺമെൻറ്റുകൾ ചർച്ചകളിലൂടെ അതിശക്തമായി തമിഴ്നാട് പോലെയുള്ള പോരാട്ടങ്ങളിലൂടെ, നിർബന്ധിതമായ മുന്നേറ്റങ്ങളിലൂടെയൊക്കെ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആ പണം സ്വീകരിക്കുക, അല്ലെങ്കിൽ കോടതികളെ സമീപിക്കുക. ആ രീതിയിൽ ഒരു പോരാട്ട മുഖം തുറക്കാതെ പറ്റില്ല. അതിന് സംസ്ഥാനങ്ങളെല്ലാം ഐക്യപ്പെടണം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ഐക്യപ്പെടണം. പക്ഷേ വളരെ നിരാശാജനകമായി നമ്മൾ പറയാണ്, ഈ ഓരോ മുന്നണികളിലും ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണികളിൽ തന്നെ ഈ മൃദു ഹിന്ദുത്വം ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. അതായത് മതനിരപേക്ഷമായ സമൂഹം എന്ന നിലയിലൊന്നും പറയാൻ ആരുമില്ല ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലൊന്നും. അതുകൊണ്ട് ഇന്ത്യ മുന്നണി പുതിയ സ്ലോഗൻസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കോക്രോച്ചിന് നമുക്കറിയാം എങ്ങനെയാണ് അവർ വരുന്നതും അവരുടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഒക്കെ. സത്യത്തിൽ അതിൽ വിദേശ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇത്ര പെട്ടെന്ന് വ്യാപകമായി ഇത് പ്രചരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അൽഗോരിതം വേറെയാണ്. കാരണം ബംഗ്ലാദേശിലും മറ്റും ഉണ്ടായ അട്ടിമറിക്കുള്ള സാധ്യതകൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇവരിലേക്ക്, ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടവർക്ക് അതിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന പണിയൊക്കെ അമേരിക്ക ചെയ്യും. മാത്രമല്ല ആ സമരത്തിൽ, കോക്രോച്ച് സമരത്തിൽ അടിസ്ഥാന വിഷയങ്ങളിൽ ഇടപെടുന്നില്ല, വിഷയങ്ങൾ തൊടുന്നില്ല. ഇല്ല. അപ്പോ ഇന്ത്യ മുന്നണി ചെയ്യേണ്ട സ്ലോഗൻ മാറ്റിപ്പിടിക്കണം. ഇത്തരം വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ മുന്നണി എങ്ങനെയാണ് നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് നഷ്ടപ്പെടുക, നിങ്ങളുടെ എക്സിസ്റ്റൻസ് പോലും പോവുക. ഇപ്പോൾ അധ്യാപകർക്ക് പോലും അറിയില്ല, പണം കൊടുത്ത് കഷ്ടപ്പെട്ട് മക്കളെ അവിടെ പറഞ്ഞയക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്നത് ഹനുമാന്റെ വാലിൽ തീ പിടിച്ചത് എങ്ങനെയാണെന്നാണ്. ഇത് എൻ്റെ മക്കളെ ഇത് പഠിപ്പിക്കണ്ട എന്ന് പറയാൻ രക്ഷിതാക്കൾ കൂടി ഇറങ്ങുന്ന, അമ്മമാരും കുട്ടികളും കൂടി ഇറങ്ങുന്ന, അത് ഏറ്റവും മനോഹരമായ ഓർമ്മ ഷഹീൻബാഗ് പോരാട്ടമാണ്. അത് ലോക ചരിത്രത്തിൽ തന്നെ ഷഹീൻബാഗ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേര് തന്നെ പുതിയ ആധുനിക ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ വരേണ്ടതാണ്. സത്യത്തിൽ ഷഹീൻബാഗ് അതുപോലെ അമ്മമാരും കുട്ടികളും തെരുവിലിറങ്ങിയിട്ട് ഇത് ഞങ്ങൾക്ക് ഹനുമാന്റെ വാലിൽ തീ പിടിക്കുന്ന വായിക്കണ്ട, എൻ്റെ കുട്ടികൾക്ക് കണക്കും മാത്സും. ഒന്ന് ആലോചിച്ച് നോക്കൂ, മാത്തമാറ്റിക്സിൽ ജ്യോതിഷം കലർത്തിയിട്ടും വേദാന്ത മാത്തമാറ്റിക്സ് കൊണ്ടുവന്നിട്ട് 900 അധ്യാപകർ തെരുവിലിറങ്ങി സമരം ചെയ്തിട്ടും ഇവിടുത്തെ സംഘപരിവാർ ഗവൺമെൻറ് അണങ്ങിയില്ല എന്നുള്ളതാണ്. 900 അധ്യാപകരാണ് ഇതിനെതിരെ അതിശക്തമായ രംഗത്ത് വന്നത്. കാരണം അവിടെ പോയിട്ട് കുട്ടികൾക്ക് മാത്സ് പഠിക്കണമെങ്കിൽ വേദിക് മാത്സ് പഠിപ്പിക്കാൻ, ജ്യോതിഷം ബന്ധപ്പെട്ട മാത്സ് ഒക്കെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അധ്യാപകരെ കൊണ്ട് പോലും പറ്റാത്ത സ്ഥിതിയിൽ അധ്യാപകരും സ്ത്രീകളും വലിയ ഉപരോധം, ഞങ്ങളുടെ മക്കൾ ഇത് പഠിക്കണ്ട എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അല്ലെങ്കിൽ അതുപോലെ രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചും രാഷ്ട്രപതിക്ക് നിവേദനം സമർപ്പിച്ചും സ്ത്രീകളും കുട്ടികളും രക്ഷിതാക്കളും ഇറങ്ങുന്ന ഒരു പോരാട്ടത്തേക്ക് വന്നില്ലെങ്കിൽ അവർ ഒന്നിനും കൊള്ളാത്ത വിദ്യാർത്ഥികളായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ PM-ശ്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ സർക്കാർ അത് ഒപ്പിട്ടു എന്ന് പറയുന്നു, ഞങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. പുതിയ സർക്കാർ വന്നപ്പോൾ പറയുന്നത് ഒപ്പിട്ടതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ PM-ശ്രീ ഈ പറഞ്ഞ PM-ശ്രീയും NEP-യും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും ഒക്കെ നടപ്പിലാക്കേണ്ടി വരുമെന്നാണല്ലോ മനസ്സിലാവുന്നത്. അത്തരം രണ്ട് മുന്നണികളും നമ്മുടെ സംഘപരിവാർ വിരുദ്ധരെന്ന് പറയുന്ന രണ്ട് മുന്നണികളും ഇങ്ങനെ പരസ്പരം പറയുമ്പോൾ നമുക്കത് അവർക്ക് നടപ്പിലാക്കേണ്ടി വരുമെന്നാണല്ലോ മനസ്സിലാവുന്നത്. ഏതായാലും ഈ കേന്ദ്ര സർക്കാർ ഒരു സമ്മർദ്ദ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമല്ല, എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാരിന് പ്രതിരോധങ്ങൾ സൃഷ്ടിക്കായിരുന്നു. ഞങ്ങൾക്ക് ഇത് പറ്റില്ല, പണം വേണം ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്, പക്ഷേ ഈ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ കേരള സമൂഹം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു സമ്മർദ്ദത്തിനും ഒരു സംവാദത്തിനും നെഗോഷിയേഷനും സ്പേസ് ഉണ്ടോ എന്ന് പോലും നോക്കാതെ 2024 പിണറായി വിജയൻ തന്നെ നേരിട്ടും ഒരു അവരുടെ ടീമും സംഘങ്ങളും ഇറക്കിയ പ്രസ്താവന, അവർക്ക് കൊടുത്ത നിർദ്ദേശം ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രീതിയാണ്, ഏറ്റവും മികച്ച കുട്ടികൾക്കൊക്കെ വലിയ സഹായകരമാവുന്ന വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ മുന്നോട്ടെടുക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഇതിൽ എത്രയും വേഗം ഒപ്പിടാനുള്ള കാര്യങ്ങൾ പഠിച്ച് അതിനു വേണ്ടിയുള്ള റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ പറഞ്ഞിട്ടാണ് 2024 കത്തെഴുതിയത്.
26-ലാണ് ഒപ്പിടുന്നത് എന്ന് ആലോചിക്കണം. അപ്പോൾ ഈ 2 വർഷം മുമ്പ് തന്നെ ഒരു നെഗോഷിയേഷനും ഇല്ലാതെ എന്തിനു ഇവർ തയ്യാറായി? എന്തിനു പോയി മുഖത്ത് മൂടിയിട്ട് രാത്രിയുടെ മറവിൽ പോയി ഒപ്പിട്ടു? ഇതെല്ലാം പ്രശ്നമാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളാൽ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്ത് വേണമെന്ന് ഗവൺമെന്റിന് ചോദിക്കാം. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി നേരിടുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതിനെ എതിർക്കാം. അങ്ങനെ ഒരു പക്ഷേ ദേശത്തെ ജനത മുഴുവൻ എതിർക്കുകയാണെങ്കിൽ സംഘപരിവാറിന് ചിലപ്പോൾ പണം തരേണ്ടി വരും. ഈ സിലബസ് തൽക്കാലം നടപ്പാക്കണ്ട എന്ന് പറയേണ്ടി വരും. അവിടെ മോദിയുടെ പടം വെക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരം ഒരു പ്രതിരോധം ഈ സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. അതേസമയം ഈ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കുകയാണ് ഇപ്പൊ ഈ സർക്കാർ ചെയ്യുന്നത്. ഇതൊരു ന്യായീകരണമാണ്. ഈ സർക്കാർ ഇപ്പൊ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പഠിച്ചിട്ട് എന്താ പറയണമെന്ന് അറിയട്ടെ. പക്ഷെ ഈ പണിയും കൊണ്ട് കേരളത്തേക്ക് വന്നാൽ കേരളം മുന്നേ എങ്ങനെയാണോ ചെയ്തത് ആ രീതിയിൽ തന്നെ കേരളം പ്രതികരിക്കണം. വലിയ പ്രതിഷേധങ്ങൾ നടത്തണം. കാരണം എന്താണെന്നറിയും, ഇപ്പൊ ഈ പറയാൻ പോകുന്ന 90 കോടിയേറ്റ പൈസ ഉണ്ട്. ഇത് എന്തുകൊണ്ട് ഇതിന്റെ പേരിൽ നമുക്ക് മറ്റേ ഈ മാസ് കളക്ഷൻ നടത്താം? അതൊരു വെല്ലുവിളിയാണ്. വിദ്യാഭ്യാസം സംബന്ധിച്ച് 90 കോടി രൂപയേ ഇതിലുള്ളൂ. 2026 ഇത് കാലാവധി കഴിയുക ഈ മെഷീൻ. അപ്പോൾ ഈ മെഷീൻ ഇങ്ങനെ ഇഷ്യൂ ആണെങ്കിൽ കേരളത്തിൽ പ്രളയത്തിനും മറ്റു ആവശ്യങ്ങൾക്കും ഉണ്ടായിട്ടുള്ള ഒരു മാസ് കളക്ഷൻ ഉണ്ടല്ലോ, അത് നടത്തിയിട്ടുള്ളതാണ്. അത്തരത്തിൽ വെല്ലുവിളിക്കാൻ പറ്റുമെങ്കിൽ അതും ചോക്കണം. അങ്ങനെ നിങ്ങൾ സാധ്യതകൾ ചെയ്തതിന് ശേഷം ഒരു നിവൃത്തിയില്ലെങ്കിലല്ലേ ഇതിലേക്ക് പോകണ്ടു. കേരളം ഇതുവരെ നടന്നിരുന്നത് ഇവരുടെ അതുകൊണ്ടല്ലല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ നിലനിർത്താൻ വേണ്ടി, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഒരു മാസ് കളക്ഷൻ നടത്താൻ എത്രയോ പേര് തയ്യാറാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാളിക്ക് അതിനുള്ള ഒരു ശക്തിയുണ്ട്. അങ്ങനെ മൂലം നേരിടാൻ കഴിയാതെ, അങ്ങനെയാണെങ്കിൽ അത് ഇവിടുത്തെ BJPക്ക് കൊടുക്കുന്നത് തിരിച്ചടി പോലും. അങ്ങനെ പോലും നേരിടാൻ കഴിയാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരേ തൂവൽ പക്ഷികൾ ഇവരെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടി വരും. രണ്ട് മുന്നണി കാര്യത്തിൽ ഒരു ആഴവഴമ്പൻ സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ, ജനകീയ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് രണ്ട് മുന്നണികളും. സംഘപരിവാർ വിരുദ്ധ മുന്നണികൾ എന്നുള്ളതിൽ അതിന് കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ പരാജയമാണ്. ഈ വിഷയത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കളുടെ നേതൃത്വത്തിലുള്ളൊരു വലിയ പ്രൊട്ടസ്റ്റും വലിയ സമരങ്ങളും എഴുത്തുകളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അത് എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ പൊസിഷൻ? എന്താണ് അത്? ആ സമരത്തിൻ്റെ ഒരു എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്രത്തോളം ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇതുവരെ ഇതൊരു സങ്കീർണമായ സബ്ജക്റ്റാണ്, വിദ്യാഭ്യാസ മേഖലയിലുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഇതുവരെ ജനങ്ങളിലേക്ക് ഈ ഇൻഫോർമേഷൻ എത്തിക്കുന്നതിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷനെ കേന്ദ്രീകരിച്ച് എത്തിക്കുന്നതിൽ വലിയ രീതിയിൽ ഈ NEP PM ശ്രീ വിരുദ്ധ കമ്മിറ്റി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങൾ നടത്തിയ വലിയ മാർച്ച് സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട സണ്ണി എം കപ്പിക്കാട്, പിന്നെ നിരവധി പേര്, അതുപോലെ ഡോക്ടർ പേര് ഞാൻ മറന്നു, നമ്മുടെ ലേഡി ഡോക്ടർ, ക്ഷമിക്കണം പേര് മറന്നതിൽ, അവർ പങ്കെടുത്തിരുന്നു. പിന്നെ നിരവധി പേര് ഈ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ അതിൽ പങ്കെടുത്തു. ആ അർത്ഥത്തിൽ മാർച്ച് വൻ വിജയമായിരുന്നു. അവിടുത്തെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിലൂടെ ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. അവിടെ ഈ ഗവൺമെൻറ്റിനെ നമ്മൾ ആശ്രയിച്ചല്ല ഇത് ചെയ്യേണ്ടത്. ഈ ഗവൺമെൻറ്റിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഉയർന്നു വന്ന മുദ്രാവാക്യം വിദ്യാഭ്യാസം ജനാധിപത്യവൽക്കരിക്കുക, വിദ്യാഭ്യാസം സംഘപരിവാർ കാവ്യവൽക്കരിക്കുന്നതിനെ എതിർക്കുക. രണ്ട് പ്രധാന മുദ്രാവാക്യമാണ്. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാതിരിക്കുക, വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിക്കുക, കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഫെഡറൽ സ്വാതന്ത്ര്യത്തെ തകർക്കാൻ അനുവദിക്കരുത്. ഈ 3 മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുള്ള അത് വലിയ ജനപിന്തുണ തന്നെയാണ് ആ സമരങ്ങൾക്ക് ഇതുവരെ കാണുന്നത്. തീർച്ചയായിട്ടും അതിന് ഒറ്റ മുദ്രാവാക്യം അതിന് താങ്കൾ പറഞ്ഞ പോലെ ഉള്ളൂ. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ കാവ്യവൽക്കരിക്കുന്നത് തടയുക എന്നതാണ് ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. NEP-ക്കെതിരാണത്, PM ശ്രീക്കെതിരാണ്, അത്തരം എല്ലാ സംഘവൽകൃത നയങ്ങൾക്കും എതിരാണത്. അർത്ഥത്തിൽ ആ മുദ്രാവാക്യം തന്നെ ചേരുക. ഏതായാലും താങ്കളുടെ നേതൃത്വത്തിലും താങ്കളുടെയൊക്കെ മുൻനിരയിലും നടക്കുന്ന അത്തരം പ്രക്ഷോഭങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നതായിരിക്കും. ജനങ്ങളെ ബോധവൽക്കരിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു വിഷയം. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ സങ്കീർണം വിദ്യാഭ്യാസ വിഷയം സങ്കീർണം. കാരണം വിദ്യാഭ്യാസ വിഷയം വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും എത്തിക്കേണ്ട ഒരു വിഷയമാണ്. മീഡിയ പോലും എത്തിക്കുന്നില്ല. മീഡിയകളെ സമീപിക്കുക, മീഡിയകളെ അത്തരം കാര്യങ്ങൾ മീഡിയകളെ പോലും ബോധവൽക്കരിക്കേണ്ടി വരും. ബോധവൽക്കരിക്കുക മാത്രമല്ല, അത് വേറൊരു വിഷയമാണ്. മീഡിയയുടെ അത്തരം സമീപനങ്ങളുടെ രാഷ്ട്രീയം വേറെയാണ്, അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ പോലും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലും
വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തെ ബോധവൽക്കരിക്കേണ്ടി വരുന്നൊരു സബ്ജക്റ്റാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത നല്ലൊരു ജനത ഉണ്ടല്ലോ, മറ്റു ഉന്നത വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലാത്ത, അവരോട് സങ്കീർണമായ വിദ്യാഭ്യാസ വിഷയത്തെക്കുറിച്ചും അത് ഈ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ സംബന്ധിച്ചും അവരെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കീർണമായ വിഷയമാണ്. അതും കൂടി ചെയ്യാനുള്ളൊരു മൂവ്മെൻ്റായി ഇത് താങ്കളുടെയൊക്കെ മുൻനിരയിലുള്ള സംവിധാനത്തിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഇനിയും നമുക്ക് ചർച്ച തുടരാം. നന്ദി. താങ്ക് യു.